ഒടുവിൽ അത് സംഭവിക്കുന്നു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട ജാതി സെൻസസ് രാജ്യത്തുടനീളം നടത്താൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്ന ബിഗ് ബ്രേക്കിംഗ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. മോദി സർക്കാർ ജാതി അടിസ്ഥാനപ്പെടുത്തിയുള്ള സെൻസസ് നടത്തണമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കേന്ദ്രത്തിലെ മോദി സർക്കാർ എടുത്തിരിക്കുന്ന ഈ വലിയ തീരുമാനം കണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന സൂപ്പർ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഈ കാര്യം അറിയിച്ചത്. ജാതി അടിസ്ഥാനമാക്കിയുള്ള സെൻസസിനെ കോൺഗ്രസ് സർക്കാർ എപ്പോഴും എതിർത്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുന്നത് ഇങ്ങനെയാണ്: ജാതി അടിസ്ഥാനമാക്കിയുള്ള സെൻസസ് അംഗീകരിക്കാൻ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നിർദ്ദേശിച്ചിരുന്നു. നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ പിന്തുണച്ചു. എന്നാൽ കോൺഗ്രസ് പാർട്ടി ജാതി സെൻസസ് സർവേ നടത്താനല്ല, മറിച്ച് ജാതി സെൻസസ് സർവേ നടത്തി കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് ശ്രമിച്ചതെന്നും അദ്ദേഹം പറയുന്നു. ജാതി അടിസ്ഥാനമാക്കിയുള്ള സെൻസസ് അവർ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുവാനാണ് തുടങ്ങിയത് എന്നാണ് കൃത്യമായി അദ്ദേഹം പറയുന്നത്. രാഷ്ട്രീയ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി സൂപ്പർ മന്ത്രിസഭ എന്നറിയപ്പെടുന്നു. കാരണം അതിൽ കേന്ദ്ര മന്ത്രിസഭയിലെ ഉന്നത മന്ത്രിമാർ ഉൾപ്പെടുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി, റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ എന്നിവരാണ് CCPയിലെ നിലവിലെ അംഗങ്ങൾ എന്നുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരികയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.